ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു കക്ക റോസ്റ്റിൻ്റെ വീഡിയോ കാണാം. ഈ കക്ക ഇറച്ചി നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഫ്രോസൺ ആക്കി വെച്ചിരുന്നതാണ്. ഈ ടൈമിൽ ലാസ്റ്റ് വെക്കേഷന് നമ്മൾ വെക്കേഷന് മുമ്പ് ചെയ്തൊരു വീഡിയോ ആണിത്. അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് പുഴുങ്ങി വേവിച്ച് മാറ്റിയ കക്ക, അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മീഡിയം സൈസ് 2 സവോള, അതുപോലെ തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഇഞ്ചി വെളുത്തുള്ളി ഇടിച്ച് വെച്ചത്, പച്ചമുളക്, അതിൽ തന്നെ പാനിലേക്ക് കടുക് ചേർത്ത് കൊടുത്ത് അതിലേക്ക് തേങ്ങാക്കൊത്ത് ചെറിയ തീയിൽ വാട്ടിയെടുക്കുക. അതിലേക്ക് നമുക്ക് സവോള ഇട്ട് വഴറ്റിയെടുക്കാം. അതിലേക്ക് കുറച്ച് എളുപ്പത്തിൽ വഴരാനായിട്ട് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴന്ന് വരണം. വെളിച്ചെണ്ണയാണ് ഇതിൽ നമ്മൾ ചേർക്കുന്നത്. അതുപോലെ പച്ചമുളക്, കറിവേപ്പില, അതും ഇതിനോടൊപ്പം വഴന്ന് വരുമ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് ചതച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ട് വഴരാൻ വേണ്ടി ശ്രദ്ധിക്കണം. നമ്മൾ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പം നന്നായിട്ട് എണ്ണയ്ക്കകത്ത് കിടന്ന് മൂത്ത് വരണം. വെളിച്ചെണ്ണയിൽ മൂത്ത് തേങ്ങയും പച്ചമുളകും ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ മൂത്ത് വരുമ്പോൾ നല്ലൊരു ഫ്ലേവറുണ്ട്. കക്ക നമ്മുടെ കൊണ്ടങ്ങാട്ട് ഒരു ഫേവററ്റ് ഡിഷാണ്. ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. എന്നാലും നാട്ടിൽ അത്രയും ഫ്രഷ് ആയിട്ടുള്ള കക്ക ഇവിടെ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി, ആവശ്യമായ മുളക് പൊടി, നമ്മുടെ എരിവിനനുസരിച്ച് കാശ്മീരി മിക്സ് ആയിട്ടുള്ള മുളക് പൊടിയാണ്. പിന്നെ ആവശ്യത്തിന് വേണ്ട മല്ലിപ്പൊടി, ഉപ്പ് ഓൾറെഡി നമ്മൾ ചേർത്ത് കൊടുത്താണ്. ഇറച്ചിക്കൂട്ടിന് വേണ്ട എല്ലാ സാധനങ്ങളും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. മൂത്തൊരു ചുമല ലൈറ്റ് റെഡ് കളർ ആകുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന കക്ക ഇറച്ചി ഇട്ട് കൊടുക്കാം. നല്ല വൃത്തിക്ക് കഴുകിയെടുക്കണം. ഇതിനകത്ത് ചെറിയ ചെറിയ കറുത്ത പാർട്ടിക്കിൾസ് ഉണ്ട്. ചെറിയ ചൂടുവെള്ളത്തിൽ നമ്മളത് കഴുകി വൃത്തിയാക്കി മഞ്ഞൾപ്പൊടി ഉപ്പ് ഉപയോഗിച്ച് വേവിച്ച് മാറ്റി വെച്ചതാണ്. എന്നിട്ട് ഇതും കൂടി ഇട്ട് ഈ മസാലയ്ക്കകത്ത് കിടന്ന് നന്നായിട്ട് ഒരിഞ്ഞ് വരണം. ഇത് നമുക്ക് ചെറിയ തീയിൽ അടച്ച് വെച്ച് ഒരു 5 തൊട്ട് 7 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കക്ക ഇറച്ചി നന്നായിട്ട് വെന്തിട്ടുണ്ട്. കാരണം ഓൾറെഡി ഇത് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരുന്ന കക്ക ഇറച്ചിയാണ്. പിന്നെ നമുക്ക് ചെറിയ തീയിൽ വേണമെങ്കിൽ ആവശ്യമായ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ചെറിയ തീയിൽ വാട്ടി കൊടുത്തത് എത്ര വേണമെങ്കിലും ഡ്രൈ ആക്കി എടുക്കാം. ഒരുപാട് എണ്ണ കുടിക്കുന്നതുകൊണ്ട് നമ്മൾ ഒരുപാട് ഡ്രൈ റോസ്റ്റ് ആക്കുന്നില്ല. എന്നാലും കക്ക എപ്പോഴും റോസ്റ്റാണ് ടേസ്റ്റ്. നമ്മളെപ്പോഴും ഉണ്ടാക്കുന്നൊരു ഡിഷല്ലല്ലോ. അപ്പം നമുക്ക് നന്നായിട്ട് തന്നെ റോസ്റ്റാക്കി എടുക്കാം. നമുക്കിത് ചോറിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. ചോറിൻ്റെ കൂടെ മാത്രമല്ല, അധികം ഗ്രേവി വേണ്ടാതെ ഓക്കെ ആയിട്ടുള്ള ആൾക്കാർക്കെല്ലാം ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെ എല്ലാം സൂപ്പർ കോമ്പിനേഷനാണ്. കാരണം നമ്മൾ ഫ്രീസ് ചെയ്ത് കൊണ്ടുവരാറുള്ളൊരു ഐറ്റമാണ്. ഈ തവണ നമുക്കിതൊന്നും കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. അതൊരു വലിയ നഷ്ടമാണ്. അതുകൊണ്ട് ഇപ്പോൾ വീഡിയോസ് എല്ലാം ഓരോന്നായിട്ട് ഇടുന്നത്. അപ്പം നെക്സ്റ്റ് ടൈം ഇനിയും ഇതുപോലെ അടുത്ത വീഡിയോസുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് യുവർ വീഡിയോ. അടിപൊളി മസ്റ്റ് ട്രൈ ഐറ്റമാണ്. നമുക്കിവിടെ ലുലുവിലൊക്കെ അവൈലബിൾ ആണ്. ഒരു വട്ടമെങ്കിലും കക്ക ഇറച്ചി കഴിച്ചിട്ടുള്ളവരല്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.